ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടാളക്കാരനെന്നുള്ള ലെവലിൽ ഞാനിപ്പം 18 വർഷത്തോളമായി ഞാൻ പട്ടാളം വിട്ട് പോന്നിട്ടെങ്കിലും ഇന്നും പട്ടാളത്തിൻ്റെ വികാരം ഇത് തന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരാൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്ന സമയത്ത് രാജ്യം അതിനെ വളരെയധികം സീരിയസ് ആയിട്ടെടുക്കും. നിങ്ങളത് വളരെയധികം സങ്കടത്തോടു കൂടി കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള അറിയോ ജയന്തി, ഒരാൾ മരിച്ചവിടെ കിടക്കുന്ന സമയത്ത് അയാളുടെ കൂടെ നിന്നിട്ട് കരയാറില്ല ഞങ്ങളാരും. ചിലപ്പോൾ ആ ഡെഡ് ബോഡി മിനിറ്റുകളോളം അവിടെ കിടക്കുമായിരിക്കും, ഒന്ന് വലിച്ചൊരു സൈഡിലോട്ട് ഇടുന്നവർ. കാരണം അപ്പുറത്ത് ഫയറിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. മരിച്ചു കിടക്കുന്ന ദേശസ്നേഹിയായിട്ടുള്ളൊരു പട്ടാളക്കാരൻ അവിടെ കിടക്കുന്നു. ഈ സമയത്ത് ചിലപ്പോൾ ഓടുന്ന സമയത്ത് ഈ ശരീരത്തിൽ പോലും ചവിട്ടിക്കൊണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം രാജ്യം സുരക്ഷമായി അല്ലെങ്കിൽ ആ ക്യാമ്പ് സുരക്ഷമായി എന്നതിന് ശേഷമായിരിക്കും മരിച്ചു എന്ന് കൺഫേം ആയിട്ടില്ല. നേരെ മറിച്ച് പലപ്പോഴും ഞങ്ങൾ ഈ ഒരു വെടി കൊണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മരിച്ചു എന്ന് തോന്നിയിരിക്കും. പക്ഷേ ജനറലി വി വിഡ്രോദം. ഒരു ഗ്രൂപ്പ് അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലും ഫസ്റ്റ് എയ്ഡും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ചില സിറ്റുവേഷനിൽ 1-2 സിറ്റുവേഷനിലൊക്കെ അങ്ങനെയും വരും. നമുക്ക് ഇളകാൻ പറ്റില്ല. ബോഡി അവിടെ കിടക്കുന്നുണ്ടായിരിക്കും, അപ്പോഴും ഈ ഫയർ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ആരെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവനും മരിക്കും. അപ്പോൾ ആരെയും എടുക്കാൻ പോകാൻ സമ്മതിക്കില്ല.